നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖത്തറിൽ തൊഴിൽ തേടി പായുന്നവർ അനേകരാണ്. അവിടെ ജോലി ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. എന്നാൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിലും അവരുടെ ക്ഷേമത്തിനായിട്ടും ജാഗരൂകരായിരിക്കുകയാണ് ഈ രാജ്യം. പറയുന്നത് വേറെ ആരുമല്ല, ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഖത്തർ വളരെ ശ്രദ്ധ ചെലുത്തുന്നു. പ്രവാസി തൊഴിലാളികൾക്ക് ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്ന മേഖലയിൽ ഖത്തർ മുന്നിലാണെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് പറയുന്നു. തൊഴിലാളികളുടെ സുരക്ഷ, ക്ഷേമം എന്നിവയുടെ കാര്യത്തിൽ രാജ്യാന്തര സംഘടനകളും സ്ഥാപനങ്ങളുമായി വർഷങ്ങളായി സഹകരിച്ചാണ് ഖത്തർ പ്രവർത്തിക്കുന്നതെന്ന് GCO പ്ലാനിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഷെയ്ഖ് ജാസിം ബിൻ മൻസൂർ അൽത്താനി വ്യക്തമാക്കി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വേനൽക്കാലങ്ങളിൽ ഉച്ചവിശ്രമ നിയമം വരുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടുന്ന നിയമമാണ്. എന്നാൽ ഉച്ചവിശ്രമ നിയമം കമ്പനികൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം ഉച്ചവിശ്രമ നിയമം ലംഘിച്ച 300-ലേറെ തൊഴിലിടങ്ങളാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ക്ഷേമത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കടുത്ത വേനലിൽ സൂര്യാഘാതം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് രാജ്യത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ചേർന്നാണ് വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് കമ്പനികൾ പാലിക്കേണ്ട മുൻകരുതലും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കുന്നത്. സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി, ILO എന്നിവയുമായി ചേർന്ന് സൂര്യാതപത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമഗ്ര പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. പഠനത്തിന്റെ ശുപാർശകൾ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുമെന്നും ഷെയ്ഖ് ജാസിം പറയുകയുണ്ടായി. വേനൽക്കാലത്ത് സൂര്യാതപം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ഉച്ചവിശ്രമ നിയമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഉച്ചവിശ്രമം നടപ്പിലാക്കിയിരിക്കുന്നത്. 2022 ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും കൂടിയായി 40,000 തൊഴിലാളികൾക്ക് ലോകകപ്പ് സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ഒട്ടേറെ സംരക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഖത്തർ സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ശീതീകരണ ഹെൽമറ്റ് ധരിക്കുന്ന തൊഴിലാളിയുടെ ശരീര ഊഷ്മാവ് കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, നൂതന സാങ്കേതിക വിദ്യയിലൂടെ തദ്ദേശീയമായി തയ്യാറാക്കിയ ശീതീകരിച്ച ടവൽ കഴുത്ത്, കൈ, പോക്കറ്റ് എന്നിവിടങ്ങളിൽ വച്ച് ശരീരം തണുപ്പിച്ചെടുക്കാവുന്നതുമാണ്. ഒരു തവണ വെള്ളത്തിൽ മുക്കിയാൽ 4 മുതൽ 5 മണിക്കൂർ വരെ ശരീരത്തിൽ തണുപ്പ് നിലനിർത്താൻ കഴിയുമത്രേ. കടുത്ത വേനലിൽ തൊഴിലാളികളുടെ ശരീര ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണവുമുണ്ട്. സാധാരണ അന്തരീക്ഷ ഈർപ്പം അനിയന്ത്രിതമാകുമ്പോൾ ജോലി നിർത്താനായി സേഫ്റ്റി ഓഫീസർ കറുത്ത കൊടി ഉയർത്തുകയാണ് പതിവ്. ഇതിനു പകരം ഈ ഉപകരണം വെളിച്ചവും ശബ്ദവും പുറപ്പെടുവിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങളുടെ രാജ്യത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ ഇതിലധികം ഇനി എന്ത് ചെയ്യണമല്ലേ? മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.